ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടപ്പോൾ ഞാൻ കുറേ ലിപ്സ്റ്റിക് എടുത്ത് എറിയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടപ്പോൾ അല്ലെങ്കിൽ വീഡിയോയിലെ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ ആണ്. അതെ, എൻ്റെ സ്വന്തം ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ റേറ്റോ കാര്യങ്ങളോ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. ജസ്റ്റ് എന്താ പറയുക, ഷെയ്ഡ്സും കാര്യങ്ങളും മാത്രമാണ് മെൻഷൻ ചെയ്യുന്നത്. മേടിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ബൈയിങ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം. റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് തന്നെ കൊടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് ഷെയ്ഡ് കാണിക്കുന്നു എന്നേ ഉള്ളൂ. സ്വാച്ചസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഏറ്റവും ഫസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് മൈ ഫേവറേറ്റ് ആൻഡ് ഒപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് മാക്കിൻ്റെ റൂബി വോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിപ്സ്റ്റിക്. മാക്കിൻ്റെ ഈ ഒരു റൂബി വോ എന്ന് പറഞ്ഞ ഷെയ്ഡിൽ വരുന്ന ഒരു റെഡ് ലിപ്സ്റ്റിക് ആണ് ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത്രയും വരുന്ന പോർഷൻ ഞാൻ യൂസ് ചെയ്ത് തീർത്തു. ഇത് ഓൾ ടൈം എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും എല്ലാ സെലിബ്രിറ്റീസിൻ്റെയും വൺ ഓഫ് ദി ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ് ഈ കാണുന്ന റൂബി വോ എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഇതാണ് ഫസ്റ്റ് ലിപ്സ്റ്റിക്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ലിപ്സ്റ്റിക് എല്ലാം തന്നെ അഫോർഡബിൾ ആണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ കാണിക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ലിപ്സ്റ്റിക് കളക്ഷൻ ചെയ്യുന്നതാണ്. പിന്നെ എന്നെ പരിചയമുള്ള കുറേ പേര് പറയുകയും ചെയ്തു, നിനക്ക് ഒരടക്ക് ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, അപ്പോൾ അതൊരു വീഡിയോ കിട്ടുമെന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം, ഐ വിൽ ഡു ഇറ്റ്. പിന്നെ ഇതൊരു മാറ്റ് ഫിനിഷ് വരുന്ന ലിപ്സ്റ്റിക് ആണ്. കുറച്ച് ലിപ് ബാം ഇട്ടിട്ട് ഇടുക. കുറച്ച് ഡ്രൈയിങ് ആണ്, പക്ഷെ കുറച്ച് പ്രൈസി ആണ്. പക്ഷേ ഈ കൊടുക്കുന്ന പ്രൈസിന് ഈ സംഭവം വേർത്താണ്. സെക്കൻഡ് വൺ ഓൾസോ എൻ്റെ കയ്യിലിരിക്കുന്നത് മാക്കിൻ്റെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് റേഞ്ചിൽ വരുന്ന സെയിം ഒരു ലിപ്സ്റ്റിക് തന്നെയാണ്. ഷെയ്ഡ് ഒരു പിങ്കിഷ് ഷെയ്ഡാണ്. അതും ഞാൻ ഇത്രയും യൂസ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇത് ഞാൻ മെയിനായിട്ട് ലിപ്സ്റ്റിക്കിനായിട്ടും കൂടുതലായിട്ട് ഇതിൻ്റെ ബ്ലഷ് ആയിട്ടാണ് യൂസ് ചെയ്യാറ്. ഐ നോ നമ്മൾ ബ്ലഷ് ആയിട്ട് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യാൻ പാടില്ല, രണ്ടിനും രണ്ട് പ്രൊഡക്ട്സ് തന്നെ യൂസ് ചെയ്യണം എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഐ എം അഡിക്റ്റഡ് ടു ദിസ് ഷെയ്ഡ് ആസ് എ ബ്ലഷ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എടുത്ത് പറയുകയാണ്, ഇതിൻ്റെ പാക്കേജിങ് കാരണം കണ്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ശബ്ദിക്കാൻ വരുന്നുണ്ടാവും. സോറി പ്ലീസ്. ബിക്കോസ് ഇത് ഞാൻ ന്യൂസിലാൻഡിൽ പോയ സമയത്ത് പാക്ക് ചെയ്തതിൻ്റെ ഒരു കഴിവുകൊണ്ട്, എൻ്റെ ഒരു കഴിവാണ്, എൻ്റെ പാക്കിങ്ങിലുള്ളൊരു കഴിവാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാസ്കിംഗ് ടേപ്പ് കാരണം എൻ്റെ മൊത്തത്തിൽ ലിപ്സ്റ്റിക്കുകളുടെ എല്ലാം കോലം ഇങ്ങനെയാണ്. സോ ഞാൻ എങ്ങനെ എടുത്ത് പറയുന്നില്ല. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് A18 ആണ്. ഷെയ്ഡ് വന്നിട്ട് ഓൾ ഫയർഡ് അപ്പ് എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര് വരുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാറ്റ് ഫിനിഷൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ നൈക്കയുടെ ഓൾ ടൈം എന്താ പറയുക, ന്യൂഡ്സ് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഓൾ ടൈം ന്യൂഡ്സിൻ്റെ കാറ്റഗറിയിൽ ഏറ്റവും ഫസ്റ്റ് പൊസിഷൻ പിടിച്ചിട്ടുള്ള നൈക്കയുടെ ചായയാണ് 18 ചായ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് ഓൾസോ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ്. ഇത് ഒരു ബ്രൗൺ ഷെയ്ഡാണ്, പക്ഷേ എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണിനും ഒരേപോലെ സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഷെയ്ഡാണ്. ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കളർ തിയറിയിൽ ചെയ്തിട്ടുള്ള പോലെ തന്നെ ഓരോ സ്കിൻ ടൈപ്പിൽ വരുമ്പോൾ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. പക്ഷേ എൻ്റെ അറിവിൽ ആരുടെ സ്കിൻ ടൈപ്പിനും ആരുടെ സ്കിൻ ടോണിനും എന്താ പറയുക, ഒരു വയ്യേ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംഭവം ഈ ലിപ്സ്റ്റിക് ഇട്ടിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാ സ്കിൻ ടൈപ്പിനും എല്ലാ സ്കിൻ ടോണിനും ഈ ഒരു സംഭവം പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇതും അഗെയിൻ ഒരു മാറ്റ് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. അഗെയിൻ നൈക്കയുടെ തന്നെ വേറൊരു സെയിം അതേ ചായയുടെ തന്നെ സെയിം കാറ്റഗറിയിൽ വരുന്ന വേറൊരു ഷെയ്ഡാണ് മഹാറാണി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നല്ലൊരു ഡീപ്പ് ബ്ലഡ് റെഡ് ഷെയ്ഡായിട്ടാണ് ഈ വരുന്നത്. ഞാനൊരു ബ്ലഡ് റെഡ് ഷെയ്ഡ് എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണിനും സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഒരു ബ്ലഡ് റെഡ് ഷെയ്ഡ് അന്വേഷിച്ച് നടന്നിട്ട് എനിക്ക് കിട്ടിയ ഒരു ഷെയ്ഡാണ് ഇത്. ഒരുപാട് റെഡ് ഷെയ്ഡ്സ് എൻ്റെ ഉണ്ട്. ഞാൻ അത്രയും ന്യൂഡ് കൈൻഡ് ഓഫ് ഇഷ്ടപ്പെടുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എനിക്ക് കുറച്ച് റെഡിഷ് മിക്സ് ആയിട്ട് വരുന്ന ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ അങ്ങനെ തപ്പി നടന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഷെയ്ഡാണിത്. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ചായ എടുത്തിരിക്കില്ല. ചായക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഒന്ന് കഴിക്കുക, നമ്മുടെ ആ ഒരു സ്റ്റെയിൻ, ഒരു ചായക്ക് ഒരു സ്റ്റെയിൻ ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ ഒരു സ്റ്റെയിൻ ഓൾ ഡേ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സിൻ്റെ ഇന്നർ കോർണേഴ്സിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പാച്ച് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ റീഅപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും നമുക്ക് ഹെവി ആയിട്ട് ഫീൽ ചെയ്യില്ല. അടുത്തത് വന്നിട്ട് എഗെയിൻ ഞാനൊരു ഡിസ്ക്ലെയിമർ പറയാണ്, ഈ ഒരു പാക്കേജ് ആരും മൈൻഡ് ചെയ്യരുത്. നല്ല ഭംഗിയുള്ളൊരു പാക്കേജിങ്ങിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. റെവലോണിന്റെ എന്താ പറയുക, സ്ട്രീറ്റ് വെയർ കാറ്റഗറിയിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതും എഗെയിൻ ഒരു ബ്ലൂ അണ്ടർ ടോണിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് വന്നിട്ട് 01. ഷെയ്ഡ് വന്നിട്ട് ഇതിന്റെ ഷെയ്ഡ് നമ്പർ ഈസ് 01. വേക്കൻസി റെഡ് ആണ് ഷെയ്ഡ്. ഇതും നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്.
ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ലിപ്സ്റ്റിക്സും വന്നിട്ട് മാറ്റ് ഫിനിഷിൽ തന്നെ വരുന്നതാണ്. സോ ഐ ലവ് മാറ്റ് ഫിനിഷ്, ആസ് എൻ ഓയിലി ഗേൾ എനിക്ക് മാറ്റ് ഫിനിഷാണ് ഇഷ്ടം. നെക്സ്റ്റ് അഗൈൻ നമ്മുടെ റെവലോണിൻ്റെ തന്നെ കളർ സ്റ്റെയിൻ ഇങ്ക് കാറ്റഗറിയിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു മാറ്റ് ഫിനിഷ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു അൻറ്റിൽ ഈ ഒരു സംഭവം ഫൈൻഡ് ചെയ്യുന്നവരെ. എനിക്ക് ഇതിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഗ്ലോസി ഫിനിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഗ്ലോസി ഫിനിഷ് നമുക്ക് ഫുഡ് കഴിച്ചാൽ പോലും പോവില്ല. അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഗ്ലോസി ഫിനിഷിൽ വരുന്ന ഒരു സംഭവമാണിത്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ 021 ആണ്. പാർട്ട്ണർ ഇൻ വൈൻ. ഓ മൈ ഗോഡ്. ഓക്കെ, പാർട്ട്ണർ ഇൻ വൈൻ എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ വരുന്ന ഈ ഒരു റേഞ്ചിൽ വരുന്ന 021 ആണ് ഷെയ്ഡ് നമ്പർ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റിങ്ങും കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആ ഗ്ലോസും കാര്യങ്ങളൊക്കെ ഫുഡ് കഴിച്ചാൽ പോലും പോകാത്ത രീതിയിലുള്ള ഗ്ലോയും കാര്യങ്ങളും ഗ്ലോസി ഫിനിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാസ്റ്റിങ് നല്ല രീതിയിലുണ്ട്. മിനിമം ഒരു 8 hours എങ്കിലും മിനിമം ലാസ്റ്റ് ചെയ്യും. പാച്ചിങ് കാര്യങ്ങളൊന്നും ആവശ്യം. അത്യാവശ്യം ഒരു സംഭവം പ്രൈസി ആണ്. നോട്ട് എന്താ പറയുക, പ്രൈസി ദാറ്റ് മച്ച് ആസ് നമ്മുടെ മാക്കിൻ്റെ അത്രയ്ക്ക് റുബിബോയിൻ്റെ അത്രയ്ക്കൊന്നും പ്രൈസി അല്ല, എന്നാലും കുറച്ച് പ്രൈസി ആണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ നന്നായിട്ടിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ന്യൂസിലൻഡിൽ നിന്ന് മേടിച്ചതാണ്. ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ കവർ ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ബോക്സ് ഈ ഒരു പാക്കേജിങ് നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്നത്. അതർവൈസ് ഇതും കൊളായനെ കേസ്. അപ്പം ഇതിൻ്റെ എല്ലാത്തിനും സ്വാച്ചസ് ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അഗെയിൻ എൻ്റെ കയ്യിലിരിക്കുന്നത് റെവലോണിൻ്റെ സ്ട്രീറ്റ് വെയർ കാറ്റഗറിയിൽ വരുന്ന ഷെയ്ഡ് നമ്പർ 30 മാറ്റ് ഫിനിഷ് ആണ് ഈ ഒരു ലിപ്സ്റ്റിക്ക്. ദിവാ റെഡ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഇത് അത്ര എക്സ്പെൻസീവ് അല്ല, കുറച്ച് ചീപ്പർ പ്രൈസിൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഒരു ഷെയ്ഡും കൂടി എൻ്റെ ഉണ്ടായിരുന്നു. അത് ഞാൻ ന്യൂസിലൻഡ് പോയപ്പോൾ ഞാനൊരു അവിടെ വെച്ച് മറന്നിട്ട് പോകുന്നത് ഒരു വൈൻ റെഡ് ഷെയ്ഡും കൂടി എൻ്റെ ഉണ്ടായിരുന്നു. ഇത്രയും ഞാൻ യൂസ് ചെയ്ത് തീർത്തിട്ടുണ്ട്. നല്ലൊരു ഫിനിഷ് തന്നെയാണ്. നമുക്കൊരു സ്കിൻ ബ്രൈറ്റനിങ് ഷെയ്ഡായിട്ട് ഫിനിഷ് ചെയ്യും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിങ് അത്രയ്ക്കില്ല. ആൻഡ് ഫുഡ് കഴിക്കുമ്പോൾ പെട്ടെന്ന് ഫേഡായി പോകും. തന്നെ ഇറ്റ്സ് നോട്ട് ദാറ്റ് മൈ എന്താ പറയുക അത്രയും ഫേവറേറ്റ് ലിപ്സ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമ്മളിപ്പോൾ പെട്ടെന്ന് കടലിൽ കൂടി പോവാണ്. അപ്പോൾ പിന്നെ മുഖം ആകെ ഡള്ളായിട്ടിരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് എടുത്തിടാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ഇത്. ലിപ്സ്റ്റിക്കിൻ്റെ കോലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിൽ ഞാൻ എന്തോരം ഇതിൻ്റെ ആത്മാവ് ഊറ്റി എടുത്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. പാക്കേജിങ് നിങ്ങൾ പ്ലീസ് ആരൊന്നും പറയരുത് പ്ലീസ്. എനിക്ക് ഭയങ്കര വിഷമവും. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഉള്ളതിൽ എൻ്റെ ഉള്ള ലിപ്സ്റ്റിക്സിലെ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഇതാണ്. മാമ എർത്തിൻ്റെ ലിപ് സിറം എന്ന് പറഞ്ഞിട്ട് ഒരു റേഞ്ച് ഒരിടയ്ക്ക് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. ഞാനിതിൻ്റെ 2 ട്യൂബ്സാണ് മേടിച്ച് യൂസ് ചെയ്തത്. സെക്കൻഡ് ട്യൂബാണ്. ഇതിപ്പോൾ കിട്ടുന്നില്ല ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ. അവരുടെ സൈറ്റിൽ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല, നിർത്തിയൊന്നും അറിയില്ല. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 04 ആണ്. ചിർപ്പി ചെറി അങ്ങനെ എന്തോ ആണ് ഇത് വരുന്നത്. 04 ആണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട്. നല്ല രീതിയിൽ നല്ലൊരു റേഞ്ചാണ് വരുന്നത്. ഒരു മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്ക് നല്ലൊരു അടിപൊളി ബ്യൂട്ടിഫുൾ റെഡാണ്. അത്യാവശ്യം നല്ല രീതിയിലും ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. സോ ഇതിൻ്റെ ആത്മാവ് വരെ ഞാൻ ഊറ്റി കുടിച്ചു ഗൈസ്. ഇതിൻ്റെ ആത്മാവ് വരെ ഞാൻ ഊറ്റി കുടിച്ചിട്ടുണ്ട്. ഇതിലൊന്നുമില്ല, ഡ്രൈ ആയിട്ടിരിക്കുന്നത്. ഐ ലവ് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ് ഗൈസ്. അടുത്തത് അഗൈൻ റെവലോണിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് തന്നെയാണ്. പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ നിങ്ങളത് മേടിക്കാൻ നോക്കിയാലും കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ബിക്കോസ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ എന്താ പറയുക ലിപ്സ്റ്റിക്ക് ഇവിടെ ആക്ച്വലി ഇല്ല, ഇപ്പോൾ ഇവിടെ കിട്ടുന്നില്ല. പുറത്ത് അവൈലബിൾ ആണോ? പുറത്ത് അവൈലബിൾ ആണെന്ന് ഐ ഗസ് എനിക്ക് തോന്നുന്നു. ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഉൾഭാഗം കണ്ടാൽ നിങ്ങൾക്കറിയാം. ഞാൻ തോണ്ടി വടിച്ച് വരെ എടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി അവരുടെ ഒരു എന്താ പറയുക മാറ്റ് ബാം എന്നുള്ളൊരു കാറ്റഗറി റേഞ്ചിലുണ്ടായിരുന്നു റെവലോണിൻ്റെ. ആ ഒരു കാറ്റഗറിയിൽ വന്നതാണ്. നല്ല രീതിയിലൊരു ബ്രൗൺ, നമ്മുടെ നൈക്കലിൻ്റെ ചായയുടെ ഒക്കെ ഏകദേശം ഒരു ഫിനിഷ് വരുന്ന ഒരു കളറാണ്. ഭയങ്കര ബ്രൗൺ ന്യൂഡ് ഷെയ്ഡാണ്. ഇതിനൊരു സ്റ്റെയിൻ ക്രിയേറ്റ് ചെയ്യും ഗൈസ്. അപ്പം നല്ല രീതിയിൽ ട്രാൻസ്ഫറിങ് കാര്യങ്ങളൊക്കെ ആവും. പക്ഷെ ട്രാൻസ്ഫർ ആയാലും ലാസ്റ്റിങ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ടോട്ടൽ ഒരു ഫിനിഷ് പോവും. പക്ഷേ ആ ഒരു സ്റ്റെയിൻ നമ്മുടെ ലിപ്സിൽ നിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. ഇത് വന്നിട്ട് ഷെയ്ഡ് 265 ആണ് ഷെയ്ഡ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക, ഞാൻ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എൻ്റെ ഭയങ്കര ഒരു ഓൾ ടൈം ഫേവറേറ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. പക്ഷെ ഇത് കിട്ടുന്നില്ല ഗൈസ്. ഞാനിവിടെ കൊച്ചിയിലൊക്കെ അന്വേഷിച്ച് നോക്കി. പുറത്ത് പോയ സമയത്ത് ഞാൻ സൈറ്റിൽ കണ്ടായിരുന്നു, പക്ഷേ ഈ ഷെയ്ഡ് കാണുന്നില്ല അവിടെ. ഷോപ്പിലൊന്നും നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. ഞാൻ ഇവിടെ റെവലോണിൻ്റെ നമ്മുടെ കൊച്ചിയിൽ ലുലുവിലൊക്കെ അന്വേഷിച്ച സമയത്ത് അവിടെ ഈ ഒരു സംഭവം ഇപ്പോൾ വരുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ബട്ട് പ്ലീസ് ഇതൊന്ന്
എനിക്കിഷ്ടമാണ്. ഇതിന് ഓൾട്ടർനേറ്റീവ് ഞാൻ ഫൈൻഡ് ചെയ്യാൻ നോക്കിയിട്ട് പക്ക ഓൾട്ടർനേറ്റീവ് എനിക്ക് കിട്ടുന്നില്ല. ലിപ്പിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ, ഭയങ്കര ഒരു പൗഡറി ഫിനിഷാണ് വരുന്നതിന്, ഭയങ്കര കംഫർട്ടബിൾ ആണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷെയ്ഡ്. അടുത്തത് ഞാൻ വാങ്ങിച്ചിട്ട് പണി പാളിപ്പോയൊരു ലിപ്സ്റ്റിക്കാണ് പ്ലമ്മിൻ്റെ. ഞാനിതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് 140 ആണ്. വൈൻ ടു ഗോ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് വരുന്നത്. ഇതിൻ്റെ ഓൾറെഡി ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്താ പറയുക, ഭയങ്കര പാച്ചി ആയിട്ട് പോകുന്നത്. എനിക്കതാണ് ഒട്ടും ഇഷ്ടപ്പെടാത്തത്. ഭയങ്കരമായിട്ട് പാച്ചി ആയിട്ട് പൊളിഞ്ഞു വരിക. ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കുറച്ച് നേരമൊക്കെ കഴിയുമ്പം ഇങ്ങനെയൊക്കെ കാണിക്കൂലേ, അങ്ങനെ കാണിക്കുന്ന സമയത്ത് ലിപ്പിൻ്റെ അവിടെ നിന്നൊക്കെ പൊളിഞ്ഞു വരും. എനിക്ക് അറിഞ്ഞൂടെ, എൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ എനിക്ക് ഇട്ട സമയത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ സ്വാച്ച് ചെയ്ത് ട്രൈ ചെയ്ത സമയത്തൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിത് ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്, ഓൺലൈനിൽ നിന്ന് മേടിച്ചത് പോലെയല്ല. അതാണ് എനിക്ക് ഏറ്റവും വിഷമം. ഞാൻ കയ്യിലൊക്കെ ട്രൈ ചെയ്ത് നോക്കി, ലിപ്പിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഷെയ്ഡും കാണാൻ വലിയ കുഴപ്പമില്ല. പക്ഷേ ഷെയ്ഡ് ചില സമയത്ത് നമ്മളൊന്ന് വെയിലൊക്കെ അടിച്ച് വന്നിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഡള്ളാവൂലേ, ആ സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ ടോൺ ഒട്ടും സ്യൂട്ടാവില്ല. ആൻഡ് ഓൾസോ ഇറ്റ്സ് ലൈക്ക് ഒരു ബ്ലഡ് റെഡ് വൈൻ ഷെയ്ഡാണ്. ഒരു വാമ്പയർ ഫിനിഷൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസിയാണ്. ആൻഡ് ഓൾസോ ഇത് പൊളിഞ്ഞു പോകുമ്പോൾ പാച്ചി ആയിട്ടാണ് പൊളിഞ്ഞു പോകുന്നത്. അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇത് പ്ലമ്മിൻ്റെ മാറ്റ് ഇൻ ഹെവൻ എന്ന് പറഞ്ഞ റേഞ്ചിൽ വരുന്ന ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി. ഞാൻ എവിടെയൊക്കെ മെൻഷൻ ചെയ്യാൻ്റെ ഒപ്പം തന്നെ ലിങ്ക് ഞാൻ ബയോയിലും കൊടുക്കാം കേട്ടോ. ആൻഡ് ഞാനിപ്പോൾ ലൈവിൽ കുറച്ച് ദിവസമായിട്ട് വരുമ്പോൾ എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ലാക്മേയുടെ ഈ റേഞ്ചിൽ വരുന്ന വൺ ഓഫ് ദി എന്താ പറയുക, അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല, അത്യാവശ്യം ചീപ്പായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ലാക്മേയുടെ ഈ ഒരു മാറ്റ് ഫിനിഷിൽ വരുന്ന ഈ ഒരു ലിപ്സ്റ്റിക് ഒരു മെറൂണിഷ് കൈൻഡ് ഓഫ് റെഡ് ആണ് ഇതിൻ്റെ ഫിനിഷ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫിനിഷാണ് ഇതിൻ്റെ കളർ. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു മെറൂൺ ലിപ് ലൈനർ പെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദ ബെസ്റ്റ് എന്ന് ഞാൻ പറയും. അത്രയും നല്ലൊരു ഷെയ്ഡാണ് ഈ സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് 43 റെഡ് ഡിവൈൻ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. യെസ്, ഇറ്റ്സ് ഡിവൈൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ്. നല്ലൊരു ഫിനിഷ്. ഞാനിത് മേടിച്ച സമയത്ത് എനിക്ക് ഇഷ്ടപ്പെടാതെ ഞാൻ മാറ്റി വെച്ചിരുന്നൊരു ഷെയ്ഡും കൂടിയാണിത്. മേടിച്ചിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അയ്യെന്ന് തോന്നിട്ട് ഞാൻ മാറ്റി വെച്ചാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ ഓക്കെ ഇരുന്നിരുന്ന് കേടായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ട് തുടങ്ങിയപ്പോൾ I love it. I started to love it. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ എല്ലാ ദിവസവും ഈ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടുന്നത്. മറ്റുള്ളതിനൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ആൻഡ് ഇത് നമ്മുടെ സ്വന്തം സുഡിയോലത്തെ ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഞാനിത് അത്രയ്ക്ക് അങ്ങോട്ട് യൂസ് ചെയ്യാറില്ല, അറിയില്ല. ഭയങ്കര ചീപ്പ് പ്രൈസാണ്. 199 അങ്ങനെ എന്തോ ഉള്ളൂ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സാറ്റിൻ വിക്ട് അങ്ങനെ എന്താണ് ഷെയ്ഡ് നെയിം വരുന്നത്. B3 or A3, ഇത് കറക്റ്റായിട്ട് വരുന്നില്ല. ഇറ്റ്സ് B3. അങ്ങനെയാണ് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വരുന്നത്. ഒരു വൈൻ റെഡ് ഫിനിഷാണ് വരുന്നത്. വൈൻ റെഡ് എന്ന് പറയുമ്പോൾ ഒരു വൈൻ കളറാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫിനിഷ് വരുന്നത്. ഓക്കെ തിങ്ങാണ്. ഇത്രയും ബാക്കിയുണ്ട് ഞാൻ യൂസ് ചെയ്തിട്ട്. പക്ഷെ എനിക്ക് എന്തുകൊണ്ടും എനിക്ക് ഇതിൻ്റെ ഒരു ഫിനിഷ്, എൻ്റെ ലിപ്പിലോട്ട് ഫിനിഷ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ബിക്കോസ് ഓൾറെഡി എൻ്റെ ലിപ്പ് വന്നിട്ട് അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആണ്. സോ എൻ്റെ പിഗ്മെൻറ്റേഷനും ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കളറും കൂടി ആകുമ്പോൾ മിക്സ് ആകുമ്പോൾ വൃത്തികേടാവണതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അത്രയ്ക്കും കൂടി ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇതിൻ്റെ ഫിനിഷ്. എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗ്ലാം 21 കോസ്മെറ്റിക്സ് റേഞ്ചിൽ വരുന്ന അൾട്രാ വെൽവെറ്റ് മാറ്റ് ലിപ്സ്റ്റിക്. ഇതിൻ്റെ ലാസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫിനിഷ് ഇഷ്ടമല്ല. എസ്പെഷ്യലി ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ, ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ് വരുന്നത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറയുന്നത് നോക്കി, ഇത് പൊട്ടിപ്പോന്നു. ഞാൻ എന്തോ എടുത്ത് വീണപ്പോഴെന്തോ ഇത്ര ഞാൻ യൂസ് ചെയ്തിട്ട് പോലില്ല ഗൈസ്. ആകെ കുറച്ചാണ് ഞാനിത് യൂസ് ചെയ്തിട്ടത്. എന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പാറ്റ ശബ്ദമാണോ സാർ, പാറ്റ ശബ്ദമാണോ അല്ല, ഈ ചില തരം പ്രാണികൾ ഉണ്ടാവൂലേ, ചിലതരം ചാഴിപ്രാണി എന്നൊക്കെ നമ്മളോട് പറയും. അങ്ങനത്തെ ഒരു വൃത്തിയിട്ടമാണോ എനിക്ക് അറിഞ്ഞൂടാ, എന്താണെന്ന് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ എനിക്ക് കിട്ടിയ ലിപ്സ്റ്റിക്കിൻ്റെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐ ഡോണ്ട് നോ വൈ. സോ ഇതെൻ്റെ ഏറ്റവും ലീസ്റ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ലാസ്റ്റിലോട്ട് വെച്ചത്. ഇനിയും ഒരുപാട് ലിപ്സ്റ്റിക്സ് കാണിക്കാനായിട്ടുണ്ട്. സോ ഇത്രയും ലെങ്തി വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇനി ബാക്കിയൊന്നും കാണിക്കുന്നില്ല. ഇത് ഞാൻ 2 തവണ കയ്യിൽ സോപ്പിട്ട് കഴിയിട്ട് വന്നിട്ടാണ് കേട്ടോ. ഈ 3 ലിപ്സ്റ്റിക്ക് പോകാൻ നിൽക്കുന്നത്, ആ സ്റ്റെയിൻ ആയിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ നൈക്കയുടെ ചായയാണ്. രണ്ടാമത്തെ സ്ട്രീറ്റ് വെയറിൻ്റെ റെവലോണിൻ്റെ സ്ട്രീറ്റ് വെയറിൻ്റെ ലിപ്സ്റ്റിക് ഞാൻ സ്വാച്ച് കാണിച്ചത്, ലിക്വിഡ് ലിപ്സ്റ്റിക് സ്വാച്ച് കാണിച്ചത്. മൂന്നാമത്തത് റെവലോണിൻ്റെ ഗ്ലോസി ഫിനിഷിൽ വരുന്ന ഒരു ഇങ്ക് ലിപ്സ്റ്റിക് കാണിച്ചില്ലേ, അതാണ്. ഈ 3 എണ്ണം ഒരു അനക്കില്ലാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പുറത്തെ കയ്യിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഡാർക്കായിട്ട് നിൽക്കുന്നത്, 2 തവണ കഴിയിട്ടും പോവാതെ നിൽക്കുന്നത് നമ്മുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്കാണ്.
ബാക്കി ഓരോന്നും നിങ്ങൾക്ക് സ്പാച്ചസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. എനിക്കറിയില്ല ആ ഒരു